കുട്ടനാട് റൈസ് പാർക്കിന് തുരങ്കം വെക്കുന്നത് മില്ലുടമകളെന്ന് കർഷകർ ആരോപിക്കുകയാണ്. 5000 ടൺ നെല്ല് സംഭരിക്കാൻ ശേഷിയുള്ള റൈസ് പാർക്ക് 22 വർഷമായി പൂട്ടിക്കിടക്കുകയാണ്. കുട്ടനാട്ടിൽ സർക്കാർ മില്ല് വേണമെന്ന് നെൽകർഷക സംരക്ഷക സമിതി പറയുന്നു. മുന്നിൽ നിന്ന് നയിക്കേണ്ടവർ പിന്നിൽ നിന്ന് കുത്തുകയാണെന്നും കൃഷിവകുപ്പിന് വിമർശനമുണ്ട്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. 5000 ടൺ നെല്ല് സംഭരിക്കാനായിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതായത് സ്റ്റോർ ചെയ്യാനായിട്ട് 5000 ടൺ. ഒരു മണിക്കൂറിൽ 5 ടൺ നെല്ല് പ്രോസസ്സ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഒരു വർഷം 24,000 ടൺ നെല്ല് സംഭരിച്ച് കുത്തി അരിയാക്കി പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ആ പ്രദേശത്തിൻ്റെ തന്നെ സാമ്പത്തികമായിട്ടുള്ള വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ അതും അട്ടിമറിക്കപ്പെട്ടു. ഞങ്ങൾ കർഷകരായതുകൊണ്ട് ഞങ്ങൾക്ക് അധികം ഡേറ്റ ഞങ്ങളുടെ കൈവശമില്ല. പക്ഷേ ലോജിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു ഗൂഢാലോചന ഉണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ സംശയം. അത് മില്ലുകാരുടെ വശത്തു നിന്നുള്ള ഒരു പ്രഷറാണോ എന്ന് പോലും നമ്മൾ സംശയിക്കുകയാണ്. ഞങ്ങളെ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ്. അത് ഭരിക്കുന്ന ആളുകൾ തന്നെ സമൂഹത്തിൽ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പരത്തുന്നത് തീർത്തും പ്രതിഷേധാർഹമാണ്. അശ്വിൻ പാലാഴി ആ വാർത്ത ചോദിച്ചിരുന്നു. അശ്വിൻ, ഈ റൈസ് പാർക്കിനെ പറ്റി കർഷകർ നേരത്തെ തന്നെ പറയുന്നതാണ്. നേരത്തെ പറഞ്ഞാൽ വർഷങ്ങളായി പറയുന്നതാണ് അവർ. അവരുടെ ഈ പറയുന്ന സംഭരണ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെയെങ്കിലും, ഒരു പരിധിയല്ല, പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പാർക്കാണ് അവിടെ അനാഥമായി ഇങ്ങനെ കിടക്കുന്നത്. എന്തുകൊണ്ടാണ് അത് തുറക്കാൻ കഴിയാതെ പോകുന്നത് അശ്വിൻ? ഹാഷ്മി, ഈ നെല്ല് സംഭരണവുമൊക്കെ ബന്ധപ്പെട്ട് കർഷകർ നേരിടുന്ന ഏറ്റവും പ്രധാന വെല്ലുവിളി ഇതിന് ഇടനില നിൽക്കുന്നവരും ഒപ്പം അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളാണ്. നിലവിലത്തെ സംവിധാനം വെച്ച് സർക്കാരിലേക്ക് കർഷകരുടെ നെല്ലെത്തുന്നത് മില്ലുടമകൾ വഴിയാണ്, സ്വകാര്യ മില്ലുടമകൾ വഴിയാണ്. അതുകൂടാതെ ഇവർക്കിടയിൽ ഇടനിലക്കാർ കൂടി പ്രവർത്തിക്കുന്നുണ്ട്. ഏജന്റുമാർ വഴിയാണ് ഇവർ മില്ലുടമകളെ ബന്ധപ്പെടുന്നതും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും. അങ്ങനെ ഒരു പാറ്റേണിലാണ്. അത് മാറി സർക്കാർ തലത്തിൽ ഇത്തരത്തിലൊരു മില്ലുകൾ, പ്രത്യേകിച്ച് കുട്ടനാട്ടിലടക്കം ഇങ്ങനെ സർക്കാർ മില്ലുകൾ വേണം എന്ന കർഷകരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അതിൻ്റെ ഭാഗമായി വർഷങ്ങൾ മുന്നേ കുട്ടനാട് റൈസ് പാർക്ക് എന്ന പേരിൽ സർക്കാർ ഒരു പദ്ധതിയും അവലംബിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി ചെങ്ങന്നൂർ മുളക്കുഴിയിൽ സ്ഥലം കണ്ടെത്തി അവിടെ റൈസ് പാർക്കിൻ്റെ നിർമ്മാണമടക്കം ആരംഭിച്ചതുമാണ്. പക്ഷേ വർഷങ്ങൾ പിന്നിടുമ്പോഴും ആ റൈസ് പാർക്ക് എങ്ങും എത്തിയിട്ടില്ല. അത് ഉണ്ടെങ്കിൽ, അങ്ങനെ റൈസ് പാർക്ക് യാഥാർത്ഥ്യമാകുന്ന പക്ഷം കർഷകരെ സംബന്ധിച്ച് അത് അവർക്ക് വലിയ ആശ്വാസമാണ്. ഇടനിലക്കാരില്ലാതെ, മില്ലുടമകളുടെ ചൂഷണമില്ലാതെ സർക്കാരിലേക്ക് നേരിട്ട് ഈ നെല്ല് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ എന്തുകൊണ്ടും അതിപ്പോഴും നടക്കുന്നില്ല. എന്താണ് അതിന് പിന്നിൽ എന്ന് കർഷകർ തന്നെ ഒരു അന്വേഷണം പലപ്പോഴായി നടത്തിയിട്ടുണ്ട്. അത് മില്ലുടമകളുടെ പിടിവാശിയാണ് ഈ പദ്ധതി ഇല്ലാതാകാൻ കാരണം എന്നുള്ളതാണ് അവർ ആരോപിക്കുന്നത്. വലിയ മാഫിയ തന്നെ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നുവെന്നും നെൽകർഷക സംരക്ഷണ സമിതി ആരോപിക്കുന്നു. എത്രയും വേഗം തന്നെ കുട്ടനാട്ടിൽ സർക്കാർ മില്ല് വേണം, കർഷകരിൽ നിന്ന് നേരിട്ട് സർക്കാർ നെല്ല് സംഭരിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ സർക്കാരിന് മുന്നിലേക്ക് ഈ പ്രതിസന്ധി കാലത്ത് കർഷകർ ഉന്നയിക്കുന്നത്. അതിൽ സർക്കാർ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് പ്രധാനമായി അറിയേണ്ടത്. സജി ചെറിയാൻ മന്ത്രിയായിരിക്കെ 2023 ഈ റൈസ് പാർക്കുമായി മുന്നോട്ട് പോകാനുള്ള പല പദ്ധതികളും ആവിഷ്കരിച്ചതുമാണ്. പക്ഷേ അവിടെയും അത് എങ്ങുമെത്താതെ പാതി വഴിയിൽ നിന്നുപോയ കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്താണ് ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണം? ആരാണ് ഇതിന് തുരങ്കം വയ്ക്കുന്നത് എന്നടക്കമുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ സർക്കാരിന് മുന്നിലുണ്ട്. അതിൽ ഉത്തരം പറയേണ്ടത് സർക്കാരും കൃഷിവകുപ്പും ഒപ്പം മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളുമാണ്. കർഷകർ പറയുന്നതനുസരിച്ച് പ്രതിദിനം 84 ടൺ നെല്ല് സംഭരിക്കാനും അത് സംസ്കരിക്കാനുമാകുന്ന സംവിധാനമാണ്. പ്രതിവർഷത്തിലേക്ക് വരുമ്പോൾ 24,000 ടൺ എന്ന ഒരു കാര്യത്തിലേക്ക് പോകും. അങ്ങനെ വരുമ്പോൾ കർഷകരെ സംബന്ധിച്ച് അവരുടെ സംഭരണം എന്ന വലിയ പ്രശ്നമാണ് പരിഹരിക്കപ്പെടേണ്ടത്. പക്ഷേ എന്തുകൊണ്ടോ അത് ഇല്ലാതാകുന്നു. അതിൽ സർക്കാരാണ് ഇനി മറുപടി പറയേണ്ടത്. കർഷകരുടെ ആവശ്യത്തിന് സർക്കാർ എങ്ങനെ സമീപിക്കുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഹാഷ്മി, സംഭരിക്കാതെ സമ്മർദ്ദം ചെലുത്തുന്നതിൽ, അവരുടെ വില ഇടിച്ചു താഴ്ത്തുന്നതിൽ, അവരെ കഷ്ടപ്പെടുത്തുന്നതിലൊക്കെ ഈ മില്ലുടമകൾക്ക് വലിയ പങ്കുണ്ടെന്നാണ് കർഷകരുടെ ആരോപണം. അതിന് പരിഹാരം ഉണ്ടാവണം. ആ ബ്ലാക്ക് മെയിലിംഗ് അവസാനിക്കണമെങ്കിൽ സർക്കാർ വക ഒരു മില്ല് അല്ലെങ്കിൽ ഈ പറഞ്ഞ റൈസ് പാർക്ക് അവിടെ ഉണ്ടെങ്കിൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് കർഷകർ വിശ്വസിക്കുന്നു. അവർ വിശ്വാസമല്ല, അത് യാഥാർത്ഥ്യമാണ്. ഇത് തുറന്നു പ്രവർത്തിച്ചാൽ കഴിഞ്ഞ കുറേയധികം വർഷങ്ങളെ അവർ അനുഭവിക്കുന്ന ഈ യാതനയ്ക്ക് ഒരു പരിഹാരമാകുമെന്ന് കർഷകർ വിശ്വസിക്കുന്നു. ശരിയുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.